ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സുപ്രധാനമായിട്ടുള്ള വാർത്ത, ആണവ കരാറിൽ നിന്ന് ഇറാൻ പിന്മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതോടുകൂടി അമേരിക്ക വലിയ നാണക്കേടിലേക്ക് പോയിരിക്കുകയാണ്. ഇനി അമേരിക്കയ്ക്ക് ഇറാനെ അടിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ള തലത്തിലേക്ക് മാറിയിരിക്കുന്നു. അതായത് ആണവായുധങ്ങൾ പരിശോധിക്കുന്ന ഒരു കമ്മിറ്റിയുണ്ട്, ആ കമ്മിറ്റിയിൽ അംഗമായിരുന്നു ഇറാൻ. ഇപ്പോൾ ഇറാൻ ആ കമ്മിറ്റിയിൽ ഞങ്ങൾ അംഗമല്ല എന്നുള്ള രീതിയിൽ ആ കരാർ തന്നെ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതിന്മേലാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാന്റെ മേൽ ഒരു സോഫ്റ്റ് കോർണർ പ്രകടിപ്പിച്ചിരുന്നതും, ഇറാനെ ആക്രമിക്കരുത്, ഖമനയെ വധിക്കരുത് എന്നൊക്കെ ഇസ്രായേലിനോട് പറഞ്ഞിരുന്നതും. എന്നാൽ അമേരിക്കയെ സമ്പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇറാൻ ആ ആണവ കരാർ റദ്ദാക്കിയിരിക്കുന്നു. ഇതോടുകൂടി ലോകരാജ്യങ്ങൾ മുഴുവൻ ഇറാനെതിരെ തിരിയാനുള്ള ഒരു സാഹചര്യമാണ് ഇറാൻ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് US അവരുടെ ന്യൂക്ലിയർ പവേർഡ് എയർക്രാഫ്റ്റ് ആയിട്ടുള്ള കാരിയർ USS നിമിറ്റ്സ് അതിനെ മിഡിൽ ഈസ്റ്റിലേക്ക് വിട്ടിരിക്കുന്നു. അതായത് ആണവായുധം വഹിച്ചുകൊണ്ട് വരുന്ന കാരിയറിനെ മിഡിൽ ഈസ്റ്റിൽ US വിന്യസിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു നേർക്കുനേരെയുള്ള യുദ്ധമായി ഇത് പരിണമിക്കുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പല ആൾക്കാരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബ്രിട്ടൻ അടക്കം തങ്ങളുടെ സേനയെ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ സേനകൾ എത്തുന്നു. ഇറാനെ സമ്പൂർണ്ണമായി വളയാനുള്ള ഒരു പദ്ധതിയാണ് ഇവരെല്ലാം ഇട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്ക അവരുടെ ന്യൂക്ലിയർ വെപ്പൺ തന്നെ ഇറാനെതിരെ വിന്യസിക്കാനായിട്ടുള്ള തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ സാഹചര്യം വളരെയധികം ഗുരുതരമാണ് എന്ന് നമുക്ക് പ്രധാനമായും എടുത്തു പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ ആണവ കരാറിൽ നിന്ന് കൂടെ ഇറാൻ പിന്നോട്ട് പോയ സാഹചര്യത്തിൽ ഖമനയെ ഇതേ തുടർന്ന് ബംഗറിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇസ്രായേൽ ഖമനയെ വധിക്കാൻ പദ്ധതി ഇട്ടപ്പോഴെല്ലാം ചർച്ച നടത്താം, 6 റൗണ്ട് ചർച്ചകൾ നടത്തി അതിനെ തടുത്തു നിർത്തിയത് അമേരിക്കയായിരുന്നു. ഇനി അമേരിക്ക പോലും നാണം കെട്ട ഈ ഒരു സാഹചര്യത്തിൽ ഇറാനെ അമേരിക്കയ്ക്ക് പോലും അടിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു നിവൃത്തിയില്ലാതെ മാറിയിരിക്കുന്നു. ഇനി വരുന്ന മണിക്കൂറുകൾ വളരെയധികം സംഘർഷഭരിതമായിരിക്കുമെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.